കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് മാത്രമല്ല ആർ.ജെ.ഡിക്കും വിയോജിപ്പ്. ആർ.ജെ.ഡിയുടെ പ്രതിഷേധം അണികളുടെ ഇടയിൽ പ്രകടമായി. ഇടതുമുന്നണിയിലെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ ആർ.ജെ.ഡിയെ മാത്രം ഒഴിവാക്കി. എന്നാൽ ചോദിക്കും, കോവൂർ കുഞ്ഞുമോന് കൊടുത്തില്ലല്ലോ എന്ന്. കോവൂർ കുഞ്ഞുമോൻ ഘടകകക്ഷിയല്ല, പുറത്തുനിന്ന് മുന്നണിയെ പിന്തുണയ്ക്കുന്ന കക്ഷി മാത്രമാണ്. ആർ.ജെ.ഡി പുറത്തുനിന്നും പിന്തുണയ്ക്കുന്ന കക്ഷിയല്ല, ഘടകകക്ഷിയാണ്. എന്നിട്ടും അവരെ ഒഴിവാക്കി. അതിനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ആർ.ജെ.ഡി പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ നേതാക്കൾക്ക് മറുപടിയില്ല. ആദ്യം പറഞ്ഞത് ജെ.ഡി.എസുമായി ലയിക്കാനാണ്. അങ്ങനെ അങ്ങ് ലയിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ CPM-ഉം CPI-യും കൂടി ലയിച്ചാൽ പോരെ? അതെന്താ ലയിക്കാഞ്ഞത്? കേരള കോൺഗ്രസുകൾക്കും കൊടുത്തു മന്ത്രിസ്ഥാനം, അവരോട് പറഞ്ഞില്ലല്ലോ ലയിക്കാൻ. മാണി ഗ്രൂപ്പും ജനാധിപത്യ കേരള കോൺഗ്രസിനും ആദ്യം തന്നെ കൊടുത്തില്ലേ? ഇപ്പോൾ ഗണേശപിള്ളയ്ക്കും. അവരോടൊന്നും ലയിക്കാനോ ഒന്നാകാനോ ഒന്നും പറഞ്ഞില്ല. അവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ വിവരമറിയും. അത് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് അവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്തത്. അപ്പോൾ പന്തിയിൽ പക്ഷം കാണിക്കുന്ന CPM-നും ഇടതുമുന്നണിക്കും മറുപടി കൊടുക്കണം. ഇതേ ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ആർ.ജെ.ഡി നേതാക്കളും പ്രവർത്തകരും നടത്തിയ ചർച്ചയാണ്. അവർ പറഞ്ഞതിലും കാര്യമില്ലേ? അവരെ മാത്രമല്ലേ ഒഴിവാക്കിയത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3 സീറ്റുകൾ മാത്രമാണ് അവർക്ക് കൊടുത്തത്. അന്ന് മുതൽ കാണിക്കുന്ന അവഗണനയും പക്ഷപാതവുമാണ് ഇപ്പോഴും തുടരുന്നത്. ബോർഡും കോർപ്പറേഷനും വീതം വെച്ചപ്പോഴും നഷ്ടത്തിലായ പീഡിത വ്യവസായത്തിൽ ഉൾപ്പെട്ട 2 കോർപ്പറേഷനാണ് ആർക്കും വേണ്ടാത്തത് അവർക്ക് കൊടുത്തത്. 5 ബോർഡ് മെമ്പർ സ്ഥാനങ്ങളും കൊടുത്തു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാകും തീർത്തും അവഗണിക്കുകയാണെന്ന്. വേണമെങ്കിൽ കൂടെ നിന്നാൽ മതി എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത്. CPM നിർദ്ദേശിച്ച ലയനം സ്വാഗയായി. JDS ഇപ്പോൾ BJP മുന്നണിയിലുമായി. യഥാർത്ഥത്തിൽ CPM ചെയ്യേണ്ടത് കൃഷ്ണൻകുട്ടിയെ ചവിട്ടി പുറത്താക്കിയിട്ട് ആർ.ജെ.ഡിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, BJP മുന്നണി ബന്ധം. 2, 2.5 കൊല്ലമാകുമ്പോൾ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണമെന്ന് ആദ്യമേ ദേവഗൗഡ പറഞ്ഞിരുന്നു. 2.5 കൊല്ലത്തേക്കായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം. അതുകൊണ്ട് അവശേഷിക്കുന്ന 2.5 കൊല്ലം ഇനി മാത്യു ടി തോമസേ ഉള്ളൂ. മാത്യു ടി തോമസിന് കൊടുക്കണ്ട. കാരണം അവരിപ്പോൾ ദേശീയ ഘടകം NDAയിലാണ്, BJPയോടൊപ്പമാണ്. അതുകൊണ്ട് ആ മന്ത്രിസ്ഥാനം എടുത്ത് ആർ.ജെ.ഡിക്ക് കൊടുക്കാം. ഈ പ്രശ്നം അവിടെ തീരും. ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ മുന്നണി വിടണമെന്നാണ് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അത് മിക്കവാറും നടക്കും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് UDF-ൽ പോകണമെന്നാണ് പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നത്. UDF വിട്ടത് അബദ്ധമായി പോയി എന്നാണ് പൊതുവികാരം. ആ പാർട്ടിക്കുള്ളിലെ സീനിയർ നേതാക്കന്മാർ മുതൽ പ്രവർത്തകർ വരെ അവരുടെ പൊതു അഭിപ്രായം UDF വിട്ടത് അബദ്ധമായി പോയി എന്നാണ്. ഏതായാലും ആർ.ജെ.ഡി പണി കൊടുക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.